In the quiet of the night, stars shine so bright. A gentle breeze whispers our story in flight. ഹായ് ഹലോ. അപ്പം ഇതാ രാവിലെ 7:30 അപ്പം രാവിലെ എന്നത്തെ പോലത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോഴാണ് ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ളൊരു കാര്യം അറിഞ്ഞത്. കാരണം ഇവിടെ നല്ല മഴയാണ്. അപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് അവധി തന്നിരിക്കുകയാണ്. പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അവധി ആയതുകൊണ്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല മടിയാണ് പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി. പിന്നെ ഫൈനൽ ഇയർ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ വായിക്കാൻ വെറുതെ കിട്ടിയ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ഓർത്തു. അപ്പം മൊത്തത്തിലൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നത്തെയും പോലെ ഓട്സും മുട്ടയും അതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ മൊത്തത്തിലൊന്ന് ചില്ലാവാൻ വേണ്ടി പാട്ട് കേൾക്കാമെന്ന് വെച്ചു. ഒന്നാമത് എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് രാവിലെ. അതിൻ്റെ കൂട്ടത്തിൽ മഴക്കാലം കൂടി ആകുമ്പോഴേക്കും ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേൾക്കുന്ന ഫീലിംഗ് വേറെയാണ്. അപ്പോൾ ഞാനതൊരു പാട്ടൊക്കെ കേട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി പഠിക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ മെഡിസിനാണ് ഫസ്റ്റ് നോക്കുന്നത്. കാരണം മെഡിസിനും സർജറിയുമാണ് കൂടുതൽ കുറേ പോർഷൻസ് ഉള്ളത്. അതിൽ മാരോയിൽ തന്നെ മെഡിസിൻ്റെ 202 വീഡിയോസ് ഉണ്ട്. അപ്പം മെഡിസിനൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ച് തുടങ്ങാമെന്ന് ഓർത്തിട്ട് ഞാൻ മെഡിസിൻ വായിക്കാൻ ഓർത്തു. കുറേ ദിവസമായി യൂട്യൂബിൽ ഇടാനായിട്ടൊരു വീഡിയോ എടുത്തിട്ട് എന്താണെന്നറിയില്ല, മടിയാണോ അതോ സമയമില്ലാത്തിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും, അതായത് ഫൈനൽ ഇയറിലുള്ള ടെൻഷനും കാര്യങ്ങളും കൊണ്ടാണോ എന്നറിയില്ല, യൂട്യൂബിലായിട്ടൊരു വീഡിയോ എടുക്കാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ലായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഇയർ കയറിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഇയർ വന്നൊരു എഫക്റ്റാണ്. കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കുറേ പഠിക്കാനുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഡെയിലിയൊക്കെ ഉണ്ടായിരുന്നു. ഫൈനൽ ഇയർ എന്ന് പറയുമ്പോൾ എഴുതാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു മോട്ടിവേഷനൊന്നും വീഡിയോസ് എടുക്കാനില്ലായിരുന്നു. പക്ഷേ ഇന്നെന്തോ അവധിയൊക്കെ ആയിട്ട് നല്ലൊരു മനസ്സ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ ഹോബീസ് എന്ന് പറയുന്നത്. എൻ്റെ ഇഷ്ടമുള്ളൊരു ഹോബിയാണ് വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അത് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ വേണം ചെയ്യാൻ, അല്ലാണ്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടിരുന്നപ്പോഴാണ് നോക്കിയിരുന്നത്. പിന്നെ ഇന്നൊരു വീഡിയോ എടുത്തേക്കാണ് ഞാൻ വെച്ചത്. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചാണ്, ചേച്ചി ഫൈനൽ ഇയർ ഒക്കെ കയറിയിട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, കൊള്ളാവോ, ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഇയർ കയറിയത് ഫസ്റ്റ് ഡേ തൊട്ട് കയറിയ ടെൻഷനാണ്, ഇതുവരെയ്ക്കും മാറിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സബ്ജക്ട്സ് ഉണ്ട്. ആ ഓരോ സബ്ജക്റ്റ് തന്നെ പഠിക്കാൻ കുറേ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ പഠിക്കും, എങ്ങനെ തീർക്കും എന്നുള്ള ഫുൾ ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിട്ടാണ് ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും സ്റ്റിൽ എന്തൊക്കെയോ മനസ്സിലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയ കാര്യം, വീഡിയോ കാണുന്ന എല്ലാവരും സേഫ് ആയിട്ടല്ലേ ഇരിക്കുന്നത്? മഴയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മഴക്കാലത്ത് പഠിത്തം കുറച്ച് ടാസ്ക്കാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം മഴക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ടൊരു ഫോൺ ഉണ്ടെങ്കിൽ കട്ടിലിൽ റീൽസ് കണ്ടോ പാട്ട് കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പഴയ മൂവീസ് കണ്ടിരിക്കുക, അതാണ് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു സംഭവം നമ്മുടെ മഴ സമയത്ത്. പക്ഷേ നമുക്കിപ്പോൾ എക്സാംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഭാഗ്യവശാൽ ഇതുവരെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം എല്ലാം തന്നെ സമ്മർ സീസണിലാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് പഠിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയാം? നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണോ അതോ മഴ സമയത്താണോ പഠിക്കാൻ ഇഷ്ടമെന്നൊന്ന് പറയട്ടോ. You're a star, you're the one you've been waiting for. No fear, no
വായോ നമുക്കിനി മെഡിസിൻ സർജറിയിലേക്ക് പോവാം. സർജറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം ഞാൻ മാരോ നോക്കി തന്നെ പഠിക്കുന്നത്. കാരണം അല്ലാണ്ട് ഇപ്പം എനിക്ക് ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിക്കാനാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബോറടിക്കും, അല്ലെങ്കിൽ എനിക്ക് കൺസെപ്റ്റ് മനസ്സിലാകുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാരോ തന്നെ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. ഇതിൽ സാർ അടിപൊളിയാണ്, ഭയങ്കര രസമായിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്. എനിക്ക് ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ എപ്പോഴോ ഏതോ ഒരു ദിവസം ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെറുതെ ബോറടിച്ചപ്പോൾ ഇരുന്ന് വീഡിയോ കണ്ട, അപ്പം എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്നത് ബ്രസ്റ്റാണ്. അപ്പോൾ ബ്രസ്റ്റിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് തൊട്ട്, അതായത് ഫസ്റ്റ് വീഡിയോ തൊട്ട് കാണാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സബ്ജക്ട്സ് നോക്കിയിട്ടുള്ളതിൽ എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് പാടായിട്ട് തോന്നുന്ന സർജറിയാണ്. ഒന്നാമത്തെ സബ്ജക്റ്റ് ഭയങ്കര വാസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സർജറിക്ക് നോട്ടും കൂടെ എഴുതണം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നമുക്ക് കാര്യം മനസ്സിലായി, പക്ഷെ നമ്മുടെ എക്സാമിന് എഴുതുന്ന സമയത്ത് 2 സെൻറ്റൻസോ 3 സെൻറ്റൻസിലോ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതണം അതിൻ്റെ ഒരു ഐഡിയ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് തൊട്ട് നോട്ട് എഴുതിയിട്ടേ കാര്യമുള്ളൂ എന്നാണ് തോന്നുന്നത്. പക്ഷെ എല്ലാം കൂടെ ടൈം മാനേജ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. Let's go far away together, a journey that we'll always remember. The world outside is waiting wide with secrets that we've yet to find. The road ahead, it seems so grand, a story that will soon expand. We'll leave behind the daily grind, the worries that have been unkind. Underneath the open sky, our adventure's about to fly. The sun will rise on brand new days as we walk along these ancient ways. The wind will sing a gentle song, guiding us where we belong. Let's go far away together, to places that we've never seen. Through mountains high and oceans wide, our love will be our guiding light. Let's go far away together, leaving all. പിന്നെ വൈകിട്ടൊരു 4:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഫ്രണ്ട്സ് വിളിച്ചിട്ട് പുറത്ത് പോയാലോന്ന് ചോദിച്ചു. നല്ല മഴയല്ലേ, നല്ല വൈവായിരിക്കും എന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ ഓർത്ത് വരാം, കാരണം ഞാനും കുറേ മടുത്തു വീട്ടിലിരുന്നിട്ട്. അപ്പം പിന്നെ പോയാലോ എന്ന് ഓർത്തു. അപ്പം അതിന് വേണ്ടി റെഡി ആവാണ്. അപ്പം ഞാനിതാ ഇന്ന് ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇടുന്നത്, മഴയൊക്കെ അല്ലേ, അപ്പം ഇത് മതി എന്ന് ഓർത്തു. അങ്ങനെ ഇതുപോലെ ഇരുട്ടാവുന്ന വരെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മുടെ കോളേജിൻ്റെ അവിടെ എത്തിയതിന് ശേഷം പാൽ സർബത്ത് കുടിക്കാമെന്ന് വെച്ചു. കാരണം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അതെന്ന് പറഞ്ഞിട്ട്. അപ്പം അതോടെ കുടിച്ചതിന് ശേഷം നമ്മളെല്ലാവരും പിരിഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഇനി പഠിക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല, സമയം ഉണ്ടായിരുന്നില്ല. വന്നപ്പോൾ ഏകദേശം ഒരു 9:15 കഴിഞ്ഞു. പിന്നെ പഠിക്കാൻ മടിയായിരുന്നു, പിന്നെ കിടന്ന് ഉറങ്ങാന്നൊക്കെ ഓർത്തു. അപ്പം അതിന് മുമ്പായിട്ട് നാളെ പഠിക്കേണ്ട കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ എഴുതിയൊക്കെ വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിരുന്നു, അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനും പറ്റി. അതായത് എല്ലാം കൊണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമല്ലേ, അതുപോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിനും ഭയങ്കര സന്തോഷം. അപ്പം എല്ലാം കൂടെ ആയപ്പോൾ 10:45. ഇനി നാളത്തേക്ക് അലാറം കൂടെ വെച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം അതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.